നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് പ്രോസ്റ്റേറ്റോ മെഗാലിനെ പറ്റിയാണ്. പ്രോസ്റ്റേറ്റോ മെഗാലി എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സ്വെല്ലിങ് എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ പ്രോസ്റ്റേറ്റോ മെഗാലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത്, അതും പ്രായമായ പുരുഷന്മാരിലാണ് അധികം കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് കറക്റ്റായിട്ട് വ്യക്തമല്ല. എന്നാലും നമ്മുടെ പ്രായമാകുമ്പോഴുള്ള നമ്മുടെ ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള സെൽസിലുണ്ടാകുന്ന മാറ്റങ്ങളാണെന്നാണ് അതിൻ്റെ ഒരു അനുമാനം. അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമല്ല. പിന്നെ ഇതിനെ ഇപ്പം നമുക്ക് നമ്മുടെ യോഗ വഴി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചില യോഗാസനാസ് എങ്ങനെയാണ് നമുക്ക് ഇതിന് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് നമുക്ക് കുറച്ച് യോഗ ആസനാസ് ഇതിന് ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഈ പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് വജ്രാസനം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ കാലൊക്കെ ഒന്ന് ഇതുപോലെ മുന്നിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം കാലുകൾ ഒന്നൊന്നായിട്ട് ഇതുപോലെ മടക്കി വെക്കുക നമ്മുടെ ബട്ടക്സിൻ്റെ അടിയിലായിട്ട്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ആംഗിളിൽ ഇരിക്കുക, നടുവും കഴുത്തൊക്കെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് കൈ ഈ തൈസുമ്മിൽ വെക്കുക, ഇതേപോലെ വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ചിന്മുദ്രയിൽ വെച്ച് കണ്ണടച്ച് നിൽക്കുക. ഇതാണ് വജ്രാസനം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് ഇത് നല്ലൊരു ആസനമാണ്. ഇപ്പോൾ വജ്രാസനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആംഗിളിനൊക്കെ ചെറുതായിട്ട് സ്ട്രെയിൻ വരാം. അപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് വരെയാണ് നമുക്ക് എത്ര നേരം ഇരിക്കുക എന്നുള്ളത് നമുക്ക് മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമാണ് ബദ്ധകോണാസന പറയും. ബട്ടർഫ്ലൈ പോസ് അല്ലെ കോബ്ലർ പോസ് എന്നൊക്കെ പറയും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ രണ്ട് കാലുകളും ഇതുപോലെ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ മെല്ലെ രണ്ട് കാലുകളും ഇതുപോലെ മടക്കി വെക്കുക. ഈ കൈ കൊണ്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ ഹോൾഡ് ചെയ്യുക. എത്ര അടുത്ത് വെക്കാൻ പറ്റുമോ അത്രയും അടുത്ത് വെക്കുക നമ്മുടെ പെൽവിക്കിൻ്റെ. അതിനുശേഷം നടുവും കഴുത്തൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. അതിനുശേഷം പറ്റുമെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ഇതേപോലെ രണ്ട് കാലുകളും ഫ്ലാപ്പ് ചെയ്യുക. ഒരു 20 കൗണ്ട്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൗണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ആസനം ചെയ്യുന്ന വഴി നമ്മുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതായിരിക്കും. അടുത്തത് നമുക്ക് പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമാണ് സേതുബന്ധാസന പറയും, ബ്രിഡ്ജ് പോസ് എന്ന് പറയും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ പുറകിലേക്ക് കിടന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കിടന്ന ശേഷം മെല്ലെ രണ്ട് കാലുകളും ഇതേപോലെ മടക്കി വെക്കുക. കാലുകൾ മടക്കി വെച്ചതിന് ശേഷം ഈ നമ്മുടെ മുട്ടുകൾ തമ്മിൽ ഒരു ഷോൾഡർ വിഡ്ത്ത് ഡിസ്റ്റൻസ് വെക്കണം. അതിനുശേഷം നമ്മുടെ കൈകൾ എവിടെയാണോ ആവുന്നത് അവിടെ വെക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ ഇതേപോലെ ആംഗിൾ ജോയിൻറ്റ് ക്യാച്ച് ചെയ്യുക. അതിനുശേഷം മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ പെൽവിക് ഏരിയ ഇതേപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. മാക്സിമം പുഷ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ശ്വാസം വിട്ട് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക. ഇതാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചിഹ്നം എല്ലാവർക്കും അങ്ങനെ ടച്ച് ചെയ്യാനാവണമെന്നില്ല, പക്ഷേ എത്രയാണ് ആവുന്നത് അങ്ങനെ എടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ നോക്കുക. നോർമലായിട്ട് തന്നെ ബ്രീത്ത് ചെയ്യണം. അതിനുശേഷം മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക. എല്ലാ കാലുകൾ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഈ പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ആസനയാണ് അനന്താസന എന്ന് പറയും. അത് കിടന്നിട്ടാണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നല്ല ഇതുപോലെ നമ്മൾ പുറകു തിരിഞ്ഞ് കിടക്കുക. അതിനുശേഷം മെല്ലെ ഏതെങ്കിലും ഒരു വശത്തേക്കായിട്ട് ഇതുപോലെ ചെരിഞ്ഞ് വരിക. നമ്മുടെ താഴെയുള്ള കൈ ഇതുപോലെ തലയുടെ പുറകിലായിട്ട് വെക്കുക. ഇനി മെല്ലെ നമ്മുടെ മുട്ടി ഇതേപോലെ മടക്കി നമ്മുടെ ഈ പറ്റുമെങ്കിൽ നമ്മുടെ ഗ്രേറ്റർ ടോ ഇതേപോലെ ക്യാച്ച് ചെയ്യുക കൈവച്ച്. എന്നിട്ട് മെല്ലെ ഇതേപോലെ നീ സ്ട്രെയിറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് അനന്താസന എന്ന് പറയുന്നത്. എല്ലാവർക്കും ആവണമെന്നില്ല, എവിടെയാണോ ആവുന്നത് അവിടെ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക.
ഇത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സർക്കുലേഷൻ ആ ഒരു ഏരിയയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലെഗ് റേസ് ചെയ്യുന്ന എല്ലാ ആസനങ്ങളും നമുക്ക് ഇതേ പ്രോസ്റ്റേറ്റിന് നമുക്ക് ഉപയോഗപ്പെടും. നെക്സ്റ്റ് നമുക്ക് പ്രോസ്റ്റേറ്റോമെഗാലിക്ക് ഉപയോഗപ്പെടുന്ന വേറൊരു ആസനയാണ് പവനമുക്താസന എന്ന് പറയും. നമുക്ക് സിംഗിൾ ലെഗ് പവനമുക്താസനം ചെയ്യാം. അതിനുശേഷം ബോത്ത് ലെഗ്സ്, 2 ലെഗ്സും കൂടിയുള്ള പവനമുക്താസനം ചെയ്യാം. അപ്പോൾ അത് ഞാനത് കാണിച്ചു തരാം. അതിന് മെല്ലെ നമ്മളെ ഇതേപോലെ പുറകിലേക്ക് തിരിഞ്ഞ് കിടക്കുക. ഈ ഒരു പൊസിഷൻ വന്നതിന് ശേഷം ആദ്യം സിംഗിൾ ലെഗ് പവനമുക്താസനം കാണിച്ചു തരാം. റൈറ്റ് സൈഡ് മെല്ലെ ഇതേപോലെ വലത് കാല് മടക്കി വെക്കുക. നമ്മുടെ 2 കൈകൾ കൊണ്ട് ഇതേപോലെ കാല് ഇതേപോലെ ക്യാച്ച് ചെയ്യുക. പരമാവധി ഇത് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുക. അതിനുശേഷം പറ്റുമെങ്കിൽ, എല്ലാവർക്കും പറ്റണമെന്നില്ല, കഴുത്തിന് സ്ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മെല്ലെ മേലേക്ക് വന്ന് നമ്മുടെ നെറ്റി ഇതേപോലെ മുട്ടിനും മുട്ടിക്കാൻ നോക്കുക. ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ നോക്കുക. എന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. എന്തെങ്കിലും ഇഞ്ചുറി, കഴുത്തുമായിട്ട് റിലേറ്റഡ് ഇഞ്ചുറി ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചെയ്യണ്ട. പിന്നെ മെല്ലെ റിലീസ് ചെയ്യാം. ഇത് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം, ലെഫ്റ്റ് സൈഡും ചെയ്യണം. അതിന് മെല്ലെ ലെഫ്റ്റ് കാല് ഇതേപോലെ മടക്കി വെക്കുക. മെല്ലെ 2 കൈകൾ കൊണ്ട് ഇതേപോലെ ക്യാച്ച് ചെയ്യുക, ചെസ്റ്റിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക് വരിക. ശ്വാസം വിട്ട് നോർമൽ ബ്രീത്തിങ്ങിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് കൊണ്ടുവരിക. മെല്ലെ ലെഗ്സ് റിലീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പവനമുക്താസന സിംഗിൾ ലെഗ് ചെയ്യുന്നത്. ഇനി നമ്മൾ 2 കാലും കൂടിയുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി പവനമുക്താസന ചെയ്യാൻ നമ്മൾ 2 കാലുകൾ ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ കൊണ്ട് ഇതുപോലെ ക്യാച്ച് ചെയ്യുക. ചെസ്റ്റിലേക്ക് ഇതുപോലെ അടുപ്പിച്ച് കൊണ്ടുവരിക. ഇനി സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക് വരിക. നമ്മൾ നെറ്റിയോട് മുട്ടിക്കുക. നോർമൽ ബ്രീത്തിങ്ങിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് റിലീസ് ചെയ്യുക. മെല്ലെ ലെഗ് റിലീസ് ചെയ്യുക.